IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. സാറിൻ്റെ കുറേ സ്ക്രിപ്റ്റുകൾ, ഞാൻ പറഞ്ഞ പോലെ കുറേ സ്ക്രിപ്റ്റുകൾ നമുക്കറിയാവുന്ന സ്ക്രിപ്റ്റുകൾ. സാറിൻ്റെ എന്നും ചേർത്ത് പിടിക്കുന്ന എല്ലാ കഥകളും ചേർത്ത് പിടിക്കുന്നതാണ് സാർ, അതിന് മാറ്റമില്ല. സാറ് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഇപ്പോൾ വിജയം പരാജയം ഞാൻ പറയുന്നില്ല, അത് ഇല്ല എന്നാണ് പറയുന്നത്. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് ഞാൻ പറയുന്നു, സാറിൻ്റെ വിജയം കണ്ട സിനിമകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് വെച്ചാൽ സാറിന് ഒരു വാക്കിൽ പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നുള്ള സംഗതി ഇല്ല അത്. പക്ഷേ എന്നെ ആകർഷിച്ച സിനിമകളുണ്ട്. അതിലൊന്നാണ് വാനപ്രസ്ഥം. എന്നെ ആകർഷിച്ച സിനിമയാണ്. അതൊക്കെ ഞാൻ എഴുതി എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ത് രസമാണ് അതൊക്കെ, അതിലെ പല ഭാഗങ്ങളും. അതും നമ്മൾക്ക് മുൻകൂട്ടി അറിയാത്ത പല കഥകളിൽ മാത്രം കണ്ട കുറേ അത്ഭുത പ്രതിഭകളാണ് അതിൽ. അവരൊക്കെ എന്ത് രസമായിട്ടാണ് അതിൽ ജീവിച്ചിരിക്കുന്നത്. അത് വാനപ്രസ്ഥം എന്നെ ആകർഷിച്ച, അല്ലാതെ ഹഠാത് ആകർഷിച്ച പടന്ന സിനിമകളെന്ന് പറയാം. പിന്നെ അങ്ങനെ ഉണ്ട്. എല്ലാ രീതിക്കും എഴുതാറുണ്ട്. കോമഡിക്കുള്ള കോമഡി സ്ക്രിപ്റ്റുകളുണ്ടാവും, സീരിയസ് മാറ്റമുള്ള എല്ലാം സാറ് ചെയ്തു പോയേക്കണ ഒരു യാത്രയാണ്. അങ്ങനെ എത്ര സിനിമകൾ നോക്കുമ്പോൾ നമുക്കെല്ലാം, എനിക്ക് അന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ പൊന്മുറ്റ് താറാവിൻ്റെ സംഭവം പറഞ്ഞാൽ തട്ടാന്നുള്ള സാധനം പേര് മറ്റേ കഥയൊക്കെ എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അന്ന് സെൻസർ ബോർഡിനെ ഉൾപ്പെടെ നമ്മൾ വിമർശിച്ചാണ് നമ്മൾ. അപ്പോൾ എല്ലാ മേഖലയിലും സാറ് കൈവച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്താണ് വേണ്ടതെന്ന് ആ കാലഘട്ടത്തിലൂടെ ഒരു യാത്ര ചെയ്താണോ ചെയ്യുന്നത് സാധാരണ? എനിക്ക് സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ അതിലേക്ക് ഇൻവോൾവ് ആക്കും. ഞാൻ പറയുമ്പോൾ അഹങ്കാരമായി പോയില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഞാൻ എന്നെ മറക്കും. എന്നെ മറന്നിട്ട് ആ സബ്ജക്റ്റിലേക്ക് ഞാൻ അങ്ങ് ചെല്ലും. അപ്പോഴെന്താണോ അവിടെ ഫീൽ ചെയ്യുന്നത് അതിലേക്കാണ് ഞാൻ പോവുക. ഏത് മൂഡ് വേണം, എന്ത് വരുന്നത്, അതെങ്ങനെയാണോ ആയി വരുന്നത്. അല്ലാണ്ട് ബോധപൂർവ്വം ഞാനൊരു ഹ്യൂമർ സിനിമ എഴുതുകയോ സീരിയസ് സിനിമ എഴുതുകയോ ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒന്നിലേക്ക് പോകേണ്ട ഒരു മനോനില ഇല്ല. എനിക്ക് എന്നോട് അതുപോലത്തെ ഒരു സിനിമ ചോദിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും, ഞാൻ എഴുതില്ല, താല്പര്യം. അപ്പം വ്യത്യസ്തമായ ഇതിലേക്ക് ഞാൻ പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഗതി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനമായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പോകും. അതല്ല, അത് വേറെ രീതിയിൽ ചെയ്യണം എന്ന് തോന്നിയാൽ എനിക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഏത് സീരിയസ് ആയിട്ടുള്ള ഗൗരവത്തിലുള്ള കഥയും നമ്മൾക്ക് നർമ്മത്തോടെ പറയാം. അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ട്. നർമ്മമാണ് ഗൗരവത്തെക്കാളും ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൗരവത്തോടൊരു കാര്യം പറയണമെന്നില്ല, അത് നർമ്മത്തോടെ പറഞ്ഞാൽ അതിലെ ഗൗരവം കേൾക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും എനിക്ക് ആ വിശ്വാസം തെറ്റിയിട്ടില്ല. ഗൗരവത്തോടെ പറയേണ്ട ഒരു കാര്യം നമുക്ക് നർമ്മത്തോടെ പറയാം. ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സപ്പുറത്തുണ്ടെങ്കിൽ നർമ്മമാണ്. ഞാൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാം നർമ്മത്തിലൂടെയാണ്. ഞാൻ എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലോ, എന്നോടും സംസാരിക്കുന്നത്. ഒരു കഥ ഞാൻ എഴുതല്ലോ, ഞാൻ എന്നോടല്ലേ എഴുതുന്നത്. അവിടെ പ്രേക്ഷകനും ഞാനും ഒരാൾ തന്നെയല്ലേ. അപ്പോൾ കഥ എന്നിൽ ജനിക്കുന്നു, ഞാൻ എന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി എഴുതുന്നു, എന്നിലെ പ്രേക്ഷകനായ എനിക്ക് വേണ്ടി എഴുതുന്നു. അപ്പോൾ ഞാൻ എന്നോട് സംസാരിക്കുന്നത് കൂടുതൽ നർമ്മത്തിലാണ്. ഞാൻ ഇപ്പോൾ ഷാജിയുടെ പിറവി, അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ അന്ന് ഞാൻ അതിന് പാരലായിട്ട് ഞാൻ ചിന്തിക്കാറ് അത് നർമ്മത്തിലാണ്. ഷാജിക്ക് പോലും അറിയില്ല അത്. എന്തുകൊണ്ടാണ് ആ പെയിനൊന്ന് മാറാൻ വേണ്ടിയിട്ട്. എഴുതി വരുമ്പോഴുണ്ടാകുന്ന വേദനയുണ്ട്. ആ വേദനയിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ നർമ്മത്തിലൂടെ വേണം സഞ്ചരിക്കാൻ. അത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഡിവൈസാണ്. അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ദേവദൂതന് സാമ്പത്തികമായിട്ടത് സക്സസ് ആവാഞ്ഞപ്പോഴേ എനിക്കൊരു ഡിപ്രഷനും ഒരു വിഷമങ്ങളും ഇല്ലാതിരുന്നത്. ഞാൻ ക്രൂരനായതുകൊണ്ടൊന്നുമല്ല. തീർച്ചയായിട്ടും. സാറിന് കുറേ ഇപ്പം സാറ് ചെയ്ത കഥകളിൽ കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. സാറിനെന്നും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സാറിന് എപ്പോഴും ചേർന്ന് നിർത്താനും ചേർത്ത് പിടിച്ചേക്കണം ആരെന്ന് ചോദിച്ചാൽ ആരെ പറയാൻ പറ്റും? സാറിന് ചേർത്ത് നിർത്തിയേക്കണം, സാറ് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ ചേർത്ത് പിടിച്ച നടന്മാരിൽ ഒരാളാണ് ജയറാം, ഒരാളാണ് മോഹൻലാൽ. മോഹൻലാൽ എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, നസീമ.
മോഹൻലാൽ എനിക്ക് അന്നത്തെ ആ മോഹൻലാലൊക്കെ ഞാനൊക്കെ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്, ഇന്നും ഉണ്ട്. ആ സൗഹൃദം ഞാൻ ഇതിൻ്റെ വന്നപ്പോഴും ഞാൻ കണ്ടു. അത് ഇന്നും ഉണ്ട്. മനസ്സിൽ ഒരിക്കലും ഉണ്ടായത് ഒരിക്കലും പോവില്ലല്ലോ. പിന്നെ ലാലിന് വേണ്ടി ലാൽ അഭിനയിക്കുമ്പോൾ ജയറാമിന് വേണ്ടി ഞാൻ ഒരുപാട് തിരക്കുള്ളത്. ജയറാം എനിക്ക് എപ്പോഴും ചേർത്ത് പിടിച്ച് നിന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ സത്യന് വേണ്ടിയിട്ടും രാജസേനന് വേണ്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് എനിക്ക്. അതുപോലെ തന്നെ ലാലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വാനപ്രസ്ഥമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായത് മനസ്സിൽ ചേർത്ത് വല്ലാതെ ഉൾക്കൊണ്ട് മനസ്സിൽ വന്നു. ഒരു സിനിമയുടെ യാത്ര തന്നെ മാറ്റിയ സിനിമയാണ് വാനപ്രസ്ഥം. അവാർഡുകളാണെങ്കിൽ വാരിക്കൂട്ടിയ സിനിമ. അത് നമുക്ക് മനസ്സിൽ എന്നും ആഴത്തിൽ എന്നും ചിന്തിക്കാവുന്ന സിനിമയാണ്. അത്തരമൊരു സ്ക്രിപ്റ്റ് വലിയ കാമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സാറിന് ഇപ്പോൾ ലാലേട്ടനും ഈ ബന്ധങ്ങൾ ഇനി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇവർക്കൊക്കെ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചലിപ്പിച്ച് തുടങ്ങേണ്ടേ? ഒക്കെ സംഭവിക്കുന്നതാണ്, അറിയില്ല എനിക്ക്. ആവശ്യം അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ എനിക്ക് അറിയില്ല അതുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വാനപ്രസ്ഥം എഴുതാനുള്ള കാരണവും ഷാജിയാണ്. ഞാൻ പിറവിയും സ്വമം കഴിഞ്ഞ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ ഷാജി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു 9 മാസത്തോളം. അങ്ങനെയാണ് അതൊക്കെ എഴുതി പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അറിയില്ല, അങ്ങനെ സംഭവിക്കുമായിരിക്കും, എനിക്കറിയില്ല. അത് ഒരിക്കലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അറിയില്ല. കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ട സിനിമകളും മടിയർ കുട്ടിച്ചാത്തനും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ലോ. അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വന്ന് പിന്നീട് ആ 3D എന്താണെന്ന് കാണിച്ചു തന്ന് ഇനിയിപ്പോൾ 3D സിനിമകൾ വരാൻ തുടങ്ങുന്ന കാലഘട്ടം ലാലേട്ടൻ തന്നെ 3D ഒരു സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നു. ആ പടം ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അതുപോലെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ സിനിമ എനിക്ക് തന്ന. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1 മുതൽ 0 വരെ 1 മുതൽ 0 വരെ എൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഷാജി എൻ കരുണാണ്. ഷാജിനെ അതിനു മുമ്പ് ഞാൻ ഒരു പടത്തിലാണ് ഞാൻ തിരക്കഥ എഴുതിയൊരു പടത്തിൽ മുതലാണ് ഞാൻ ഷാജീനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യും കാണുന്നത്. അപ്പോഴാണ് ഷാജി ആ പടത്തിന് വേണമെന്ന് എനിക്ക് തോന്നുന്നു. 1 മുതൽ 0 വരേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഷാജി വന്നു. ഷാജി ആ പടത്തിൽ വന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും മനോഹരമായിട്ടും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. അതെനിക്ക് ഷാജി തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ ദക്ഷിണയാണ് വാസ്തവത്തിൽ പിറവി. അതെൻ്റെ മാത്രം സ്വകാര്യതയാണ്. ഷാജിക്ക് പോലും അതറിയണമെന്നില്ല. ആ ഷൂട്ടിംഗ് സമയത്താണ് ഷാജി എന്നോട് പിറവിയുടെ തിരക്കഥ എഴുത്തരുമെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാനത് മുൻപിൻ നോക്കാതെ സമ്മതിച്ചു, ചെയ്തരാന്ന് പറഞ്ഞു. ഞാനത് എഴുതി കൊടുത്തു. അതിനുവേണ്ടി ഞാൻ വേറൊരു സിനിമ വിട്ടിട്ടുണ്ട്. അത് എൻ്റെ സന്തോഷത്തോടെ തന്നെ ഞാൻ വിട്ടത്. ഷാജി അത് എന്നെ വിളിച്ചിട്ട് ആയി എന്ന് പറയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും ഭയങ്കര ഭാഗ്യവാനാണ്. സിനിമയിലായാലും ഈ ലോകത്തായാലും വളരെ ഭാഗ്യമാണ്. ഇപ്പോഴും ഈ സിനിമ പോലെ ഈ റിലീസ് എനിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു സിനിമ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? സാറ് ചെയ്ത സിനിമയിൽ ഒരു റിലീസ് ഇല്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹിക്കുന്നതിൽ ഒരു അർത്ഥമില്ല, കിട്ടണമെന്നുമില്ല. അങ്ങനെ അറിയില്ല. വന്നാൽ സന്തോഷം. ഞാൻ ഇന്ന് വരെ ഒന്നും ആഗ്രഹിച്ചു ഇതൊക്കെ തന്നെ എങ്ങനെ സംഭവിക്കുന്നതാണ് സുഹൃത്തെ. വന്നാൽ നമുക്ക് സന്തോഷം. ഇത് ഈ ഇൻ്റർവ്യൂ പോലും സംഭവിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ, സംഭവിക്കുന്നതാണല്ലോ, അതിനൊരു മാറ്റമില്ല. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റി അങ്ങനെ സാറിന് തോന്നുമ്പോൾ അവിടെ നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വീഴ്ച ഉദ്ദേശിക്കുന്നത് നടക്കുമ്പോൾ വീഴുന്നതാണോ? അല്ല, അതെന്തുകൊണ്ട് കൗണ്ടർ വരാത്തെന്നോർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെയല്ല, നടന്നു പോകുമ്പോൾ വീണിട്ട് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അതല്ല ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സിനിമാ സിനിമയിലൊന്നും ജീവിതത്തിൽ ആർക്കും എനിക്ക് തോന്നുന്നില്ല വീഴ്ച വരുന്നുണ്ടെന്ന്. കാണുന്നവനാണ് വീഴ്ച നമുക്ക് സംഭവിക്കുന്നത്. അവൻ വീണ് കിടക്കുകയായിരിക്കും ചിലപ്പോൾ, അത്രയേ ഉള്ളൂ. അങ്ങനെ വീഴ്ച വരുമ്പോൾ എല്ലാവരും കൈപിടിച്ചുയർത്തിട്ട് തന്നെ നമ്മളെല്ലാവരും ഇവിടം വരെ എത്തിയിരിക്കും. തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറയുന്നത്. അതിനകത്ത് പറയുന്നില്ലേ, എനിക്ക് ഓരോന്ന് സംഭവിക്കും, എന്നെ അവിടേക്ക് നയിക്കുന്ന എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന സംഭാഷണം ഞാൻ എന്നെപ്പറ്റി തന്നെ പറയുന്നതാണ്. ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത് മുഴുവൻ എൻ്റെ മുന്നിൽ ആരോ നടന്നിട്ടാണ്. അത് ഞാൻ ദൈവികമായിട്ട് പറയുന്നതല്ല. അങ്ങനെ ഒരു അദൃശ്യ ശക്തി നമ്മുടെ മുമ്പിൽ സഞ്ചരിക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുന്നത്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും നമുക്ക് സമയമാവുന്നു എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇനി അടുത്ത് വരാനുണ്ട്. അതെ, ഇരുന്നാലും ഒത്തിരി സംസാരിക്കാനുണ്ട്. ഒരു കാര്യങ്ങൾ ചോദിച്ച് അവസാനിക്കും. സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോൾ ചില ആളുകൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് ഇന്ന സ്ഥലത്ത് എഴുതാനിരിക്കണം,
അവിടെയാണ് എനിക്ക് ഏറ്റവും ഉചിതമാവുന്ന സ്ഥലം. അങ്ങനെ എന്തെങ്കിലും സാറിനോട് സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോൾ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇല്ല. നീ ആലോചിച്ച് നോക്കൂ, ഞാൻ ജനിക്കുന്ന സമയത്ത് അമ്മയോട് പറയാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് ജനിക്കണം എന്ന് പറയാം. എൻ്റെ അമ്മ വയറും പിടിച്ച് തൂങ്ങി പിടിച്ച് അവിടെ പോകണ്ടേ? അമ്മക്ക് സാധിക്കും? പറ്റില്ല. ഇല്ല. അമ്മ കംഫർട്ടായൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് കിടന്നുകൊണ്ടാണ് എന്നെ പ്രസവിക്കുന്നത്. അതേ നമുക്കൊക്കെ സാധിക്കൂ. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. പ്രസവം നടക്കണമെങ്കിൽ അതിനുചിതമായ സ്ഥലം ആ സമയത്ത് വരും, കിട്ടും. എല്ലാവരും അങ്ങനെയല്ലേ. അതുകൊണ്ട് ഞാനിനി എങ്ങോട്ട് പോയിരിക്കാനാണ് ഒരു കഥയുണ്ടാക്കാൻ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇരിക്കുന്നിടത്ത് കഥ വന്നോളൂ. നമ്മളെ തേടി നമ്മുടെ കഥ വരും. നമുക്കുള്ളതാണ് നമുക്ക് വരും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ കഥാപാത്രങ്ങൾ വരുന്നത്. പിന്നെ കഥയും വരുന്നത് നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുക്കുന്നതല്ലേ. നമ്മളതായിട്ട് എൻ്റേതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കഥയും ഞാൻ എഴുതിയിട്ടില്ല. എന്നിൽ നിന്നും വന്ന കഥകളേ ഉള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് നട്ടും ബോൾട്ടും എടുത്ത് റോസ്റ്റോക്ക് ഉണ്ടാക്കി അങ്ങനെ ഒരു കഥയും ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എഴുതിയ കഥകളൊന്നും എനിക്ക് പലപ്പോഴും പബ്ലിഷ് ചെയ്ത കഥകളും എടുത്ത സിനിമകൾ പോലും ഞാൻ പലതും മറന്നു പോയിട്ടുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പം ഞാൻ എവിടെയോ കേട്ടതായിട്ടൊക്കെ ഓർമ്മിച്ചിട്ട് ഞാൻ വൈഫിനോട് പറയണ്ട ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് അവളാണ് പറയുന്നത് രഘുവേട്ടൻ ഇന്ന പടത്തിലെ പാട്ടാണെന്ന്. അവിടെ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് എല്ലാ പടങ്ങളും എഴുതിയ പടങ്ങളിലൊക്കെ പാട്ടിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ഞാനത് കമ്പ്യൂട്ടർ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെക്കണമെന്നുണ്ട്. എൻ്റെ എല്ലാ എഴുതിയ പടങ്ങളുടെയൊക്കെ കോപ്പി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് ഫോൾഡർ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ. കാരണം ഞാൻ തന്നെ എന്നോട് പറയുന്നു നീ എന്ത് മനുഷ്യനാണെന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കും. 4K ആയി, എല്ലാം 4K ആയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഓർക്കാറുണ്ട് ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ അടുത്ത് കേട്ടിട്ട് എനിക്ക് ത്രില്ലടിച്ചിട്ടാണ് വളരെ ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് വൈഫ് പറഞ്ഞത് അത് മേലേപ്പറമ്പിലാണ് വീട്ടിലെ പാട്ടാണെന്ന്. അതും ആ ഷോർട്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ പടം ഞാൻ മറന്നു, ഇതിലെ പാട്ടാണെല്ലാം മറന്നു. എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് അങ്ങനെ നീ അഹങ്കരിക്കേണ്ടെന്ന് എന്നോട് തന്നെ ഞാൻ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇടയ്ക്കൊരു മറയൊക്കെ ഇരിക്കട്ടെ അല്ലേ? നല്ലതുമാണെന്ന് സ്വയം ചിന്തിച്ചു. എന്തായാലും ഒത്തിരി സന്തോഷം സാറേ. ദേവദൂതൻ നമ്മൾ അന്ന് കാണാത്തവർക്ക് വീണ്ടും കാണാൻ, അന്ന് കണ്ടവർക്ക് വീണ്ടും കാണാൻ ഉള്ള അവസരമാണ് ഒരുക്കുന്നത്. സിനിമ എനിക്കും കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇനിയും കാണും. എനിക്കൊന്ന് ഈ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് കാസറ്റ് ലൈബ്രറി ആയിരുന്നു, വീഡിയോ കാസറ്റ് ലൈബ്രറി ആയിരുന്നു. അന്ന് 10 രൂപയ്ക്കാണ് വാടകയ്ക്ക് കാസറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. 2000 എനിക്ക് സ്വന്തമായിട്ട് കാസറ്റ് ലൈബ്രറി. അന്നും ഒത്തിരി പേര് കൊണ്ട് ഫാമിലി കാണുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ഫാമിലിയും ഒന്ന് കാണട്ടെ. ഇത് പരാജയപ്പെട്ട സിനിമയല്ല, അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇറങ്ങുന്നത്. പരാജയപ്പെട്ടിട്ടില്ല ഈ സിനിമ. പ്രേക്ഷകർക്ക് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇന്ന് വീണ്ടും വരുന്നത്. എവിടെയോ എന്തോ ദൈവഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ആ പ്രിന്റ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയത്. ആ ദൈവഭാഗ്യം ഗംഭീരമായി 26-ാം തീയതി പ്രേക്ഷകർ ഒന്ന് കാണട്ടെ. ഒത്തിരി സന്തോഷം. എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. അത് സമയം തരില്ല. ശിവപ്രസാദ് വന്ന് വിളിക്കുകയാണ് നേരത്തെ സാറ് പോലെ. ഇനിയും അടുത്ത ഇന്റർവ്യൂവിൽ ശിവപ്രസാദിനെ മാറ്റി നിർത്താം, എന്നിട്ട് നമുക്കിരിക്കാം. ഒത്തിരി സന്തോഷം സാർ. താങ്ക് യു. IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.